നിനക്ക് ആ പൈസ ബാങ്കിൽ ഇട്ടോടെ ഞാൻ പറഞ്ഞു നീ നിന്റെ മുടിയെല്ലാം ആകെ മൊട്ടയായിട്ട് ഇങ്ങനെ ഉളിയുന്നു നീ ബാങ്കിൽ ഇട്ടോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ജീവിതം ഒന്നേ ഉള്ളൂ അതാ എൻജോയ് ചെയ്യാ സാധാരണ ഒരു ഫ്ലാറ്റ് സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള പൈസ ഒരു ഫോൺ വാങ്ങേണ്ട പൈസ ആയിട്ടില്ല. നമ്മുടെ ലൈഫ് അത് ഒരിക്കലും അത് നമ്മൾ എൻജോയ് ചെയ്യും അല്ലേ, അതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കാനില്ല. അതിന്റെ ഒരു കോൺഫിഡൻസ് വേറെയാണ്. അന്റെ ഈ ക്രാഫ്റ്റ് വെച്ചിട്ട് ലക്ഷങ്ങളായ കൂട്ടുണ്ട് എന്റെ നാട്ടിൽ ചെയ്ത് വേറെ സ്ഥാപനത്തിൽ ഉണ്ട്. ഓന് 1,00,000 ചില്ലറ റുപ്യാണ് ചെയ്തു. അനക്ക് നേരെ പകുതിയായിട്ടില്ല. അതാ ചിന്തിക്കുന്നത്. ഒരു വർഷം 3 മാസമായി ഓന്റെ ഫുൾ ഫെയിലാണ്. അന്റെ ഫസ്റ്റ് 6 ഗ്രേഡിലുള്ള പോലെയാണ് നിന്നും ഓന്റെ മുടിയുള്ളത്. നിങ്ങളുടെ മുതൽ മുടക്കുന്ന പൈസ എന്തായാലും നിങ്ങൾക്ക് വെറുതെ ആവില്ല. അതിലൊരു ടെൻഷനും വേണ്ട. പിന്നെ നിങ്ങൾക്ക് മുടിയെല്ലാം വന്നാല് വളരെ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ലെവല് വേറെ ആയിരിക്കും. ഹായ്, ഞാൻ സുബീഷ്, തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ പേര് പ്രീജിത്ത്. പിന്നെ നമ്മൾ തലശ്ശേരി സ്വദേശിയാണ്. ഇത് എൻ്റെ മരുവാനാണ്, മരുവോളെ ഭർത്താവാണ്. പിന്നെ അപ്പോൾ നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ സംഭവമായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് യൂട്യൂബിലെല്ലാം നോക്കി അങ്ങനെയാണ് ഇപ്പം ലാഡൻ സിറ്റിയിലെത്തിയിട്ടിപ്പോൾ നമ്മളിപ്പം 1 വർഷം 2 മാസമായി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് ഇവിടെ എനിക്ക് ഇത് മുടി കൊഴിച്ചൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു അല്ല. രണ്ടുപേരും നമ്മള് തമ്മില് ഒരുപാട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യണോ അങ്ങനെ പല നമ്മൾ ഒരുപാട് വീഡിയോ കാണുന്നുണ്ടല്ല യൂട്യൂബില്. അങ്ങനെയാണ് മറ്റേ സഫാരി ചാനലില് മറ്റേ സത്യാട്ടന്റെ വീഡിയോ കാണുന്നത്. പിന്നെ നമ്മൾ ഇതൊന്ന് ചെയ്യാൻ തീരുമാനിച്ച പിന്നെ ചെയ്യാം. നമ്മളൊരു അത് 100 പേര് അഭിപ്രായം ചോദിച്ചാൽ നമ്മൾ ചെയ്യലുണ്ടാവില്ല. നമുക്ക് തോന്നുകയാണ് അത് മുന്നോട്ടേക്ക് പോവാ. ഭയമില്ല, വരുന്നിടക്ക് വെച്ച് കാണാം. അതാണ് നമ്മളെ തീരുമാനം. അപ്പൊ നമ്മൾ ആരോട് ചോദിച്ചിട്ടില്ല, സത്യാട്ടോട് മാത്രം വെറുതെ ഒന്ന് അന്വേഷിച്ചു. നേരെ പിന്നെ നമുക്ക് എന്നാ ലാഡൻ സിറ്റി തന്നെ പിടിക്കാന്ന് പറയാൻ ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്ത്. അതെ, ഇത് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ വന്നുകൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് മെഡിക്കലിന്റെ ചെക്ക് ചെയ്യേണ്ട എല്ലാം നമുക്ക് വാട്സാപ്പിൽ വലിയ ഇതിൻ്റെതായ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമ്മളെ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ വരേണ്ട കാര്യമില്ല. അതും ഇവിടെ വരണ്ടല്ല, അവര് ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട്. നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യേണ്ട സൗകര്യമുണ്ട്. അതിവിടെ റിസൾട്ട് അയച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളെ പിന്നെ തലയൊന്ന് ഇവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക. നമുക്ക് എന്തെല്ലാം ചെക്ക് ചെയ്യേണ്ടതെന്ന് അവർ വാട്സാപ്പിൽ നമുക്ക് അയച്ചു തരും. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. എറണാകുളം വരേണ്ട കാര്യമില്ല, ട്രാൻസ്പ്ലാന്റ് മാത്രമേ വരേണ്ട കാര്യമുള്ളൂ. നമ്മളേനും എൻ്റെ മുടി 6ാം സ്റ്റേജ് 7ാം സ്റ്റേജ് അങ്ങനെ ഏകദേശം അതിന് മുടി കംപ്ലീറ്റ് പോയിരുന്നു. അപ്പോൾ നല്ലോണം ഒളിഞ്ഞ് കാണുന്നു. ഒരു ഫോട്ടോത്തിന് മുമ്പിലേക്കാൻ ഭയങ്കര മടിയനും എനിക്ക്. ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും ശരിക്കും. ഒരു വയസ്സനായ പോലെ. അല്ല, അത് ശരിയാണ്. ഇപ്പോൾ എൻ്റെയും പ്രശ്നം അതാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷന് പോയ മടിയാണ്. മറ്റേ ആരെങ്കിലും ഒരു ഫോട്ടോന് വിളിച്ചാൽ നമുക്ക് ഉള്ളിലൊരു ഭയങ്കര ഒരു ചമ്മലാണ്. അതിനുശേഷം ഇപ്പോ ഇത് ഈ ഒരു റിസൾട്ടാണ്. ഇപ്പോ എനിക്കൊന്ന് ആഴ്ചക്ക് സ്റ്റാറ്റസ് ഇടല് തന്നെയാണ്. ഇപ്പൊ ഫ്രണ്ട്സ് എൻ്റെ അടുക്ക വിളിച്ചു ചോദിക്കാറുണ്ട്, സുബീഷ് ഇപ്പൊ ഒരേ സ്റ്റാറ്റസ് ആണ് അല്ല. ആദ്യം ഒരു ഫോട്ടോ എടുത്ത് ഇത് മൊബൈലിലെല്ലാം എടുത്ത് ഇടാൻ തന്നെ ഭയങ്കര ഇതിപ്പോ നിങ്ങള് ഇപ്പൊ പലയാളും എനിക്കും ആദ്യം ചെയ്യുന്നതിൽ ഒരുപാട് സംശയമായിരുന്നു. ഈ തലേൻ്റെ ഉള്ളിൽ ഇത് ഇറക്കി വെക്കുന്ന എങ്ങനെയാ സംഭവം എന്നല്ലോ. ഇത് നമ്മൾ സത്യം പറഞ്ഞ ആ ഒരു പെയിന് അറിയാനേ ഇല്ല. നമുക്കൊരു ചെറിയൊരു സൂചി വെക്കാനുള്ള നമ്മൾ വേദന സഹിക്കുന്നില്ല, അത്ര പോലും ഇല്ലാന്ന് ഞാൻ പറയുന്നത്. ആദ്യം ഒരു സെഡേഷൻ എടുക്കും, അതിനുശേഷം നമ്മൾ മുടി എടുക്കുന്നതൊന്നും അറിയില്ല, അത് ഇംപ്ലാന്റ് ചെയ്യുന്നതൊന്നും നമുക്ക് അറിയാനേ ഇല്ല. അത് ഒറ്റ ഒരു ദിവസത്തെ പ്രൊസീജിയർ ഉള്ളൂ. ഇത് ഒരു 5 മണിക്കൂറിനുള്ളിൽ കഴിയും. 10 ദിവസം ഇത് ചെയ്ത് 10 അഡ്വാൻസ് ചെയ്യുക. 3 ദിവസം കൊണ്ട് ബാൻഡേജ് എടുക്കണം. ഒന്നും പേടിക്കാനില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പൊ ഒരുപാട് പേരെ കൊണ്ടേക്കൊന്ന് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഡെൻസിറ്റി തന്നെ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കുക. അല്ല, നിങ്ങൾ അറിയുന്ന സുഹൃത്തുക്കൾ ഒരുപാട് പേര് എനിക്കൊന്ന് ഇപ്പൊ ഒരുപാട് പേര് ചെയ്ത് നമ്മളിപ്പം ചെയ്തതിന് ശേഷമല്ലോ അതിന് ശേഷം ഒരുപാട് പേര് പിന്നെ ചെയ്തു. ആരെങ്കിലും വേണ്ടിക്ക് വിളിച്ച് ചോദിക്കുക, ചെയ്ത ആൾക്കാരോട് വിളിച്ച് അന്വേഷിക്കുക. ചെയ്ത ആൾക്കാരോട് വിളിച്ച് നിങ്ങൾക്ക് ഭയമുള്ളൂടെങ്കിൽ ഒന്ന് ചെയ്ത ആൾക്കാരോട് വിളിച്ച് അന്വേഷിച്ചാൽ മതി. നമ്മളെല്ലാം വിളിക്കലുണ്ട്. നമ്മളെങ്ങനെ ആരെല്ലാം ഗ്രൂപ്പ് എന്നെല്ലാം കിട്ടിയിട്ട് ആരെല്ലാം വിളിക്കലുണ്ട്. നമ്മളും പറഞ്ഞു കൊടുക്കലും നമ്മളെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കും.
പിന്നെ ഞാൻ ചെയ്തതിനെ പിന്നെ ഇത് ആർക്കും ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഒരു ചെറിയൊരു സൂചി എടുക്കാൻ ഭയമുള്ള ആളാണ് ഞാൻ. ഇത് ഞാൻ ഇത് തലയിൽ ചെയ്ത എന്റെ വീട്ടുകാർക്ക് എന്നെ ഭയങ്കര അതിശയായിരുന്നു. സുബീഷിന് ഭയങ്കര പേടിയല്ലേ, മനസ്സിലായില്ലേ? ഞാൻ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. ഇപ്പം ഡോക്ടറെ അടുത്ത് പിന്നെയും ചോദിക്കാം, എനിക്ക് കുറച്ചും കൂടി ഇറക്കിട്ട് ചെയ്യാന്ന് ധൈര്യം വന്നു. പേടിക്കണ്ട, നല്ല റിസൾട്ട്. അനക്ക് അങ്ങനെ പിന്നെ ഷെഡിങ് ഉണ്ടായിട്ടില്ല. ഷെഡിങ് വളരെ കുറവേന് അനക്ക് വെച്ച മുടി തന്നെ ശരിക്കും വന്നിരുന്ന എന്റെ അഭിപ്രായത്തിൽ. ഷെഡിങ് വളരെ, അല്ല നിനക്കറിയാലോ, ഷെഡിങ് വളരെ കുറവാണ്. പിന്നെ എന്റെ ക്രാഫ്റ്റ് എടുത്തത് 10 ദിവസം കൊണ്ട് ഫിൽ ആയിട്ടില്ല. എനിക്ക് കുറവില്ല. നിന്റെ അങ്ങനെ പെട്ടെന്ന് ഫിൽ ആയിട്ടില്ല. എന്റെ 10 ദിവസം കൊണ്ട് ഫിൽ ആയി. ആ മുടി എടുത്ത ഭാഗം മനസ്സിലാകുന്നുണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു 10 ദിവസം കെയർ ചെയ്താൽ മതി. വെറും 10 ദിവസം കെയർ ചെയ്താൽ തന്നെ നമ്മളെ ആ മുടി നല്ല അവിടെ ഫിറ്റായി. പിന്നെ ഒന്നുമില്ല. പിന്നെ കുറച്ച് നാളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാഡൻസ് എന്നല്ല, ആദ്യം നിങ്ങൾ എവിടെയാ നല്ല റിസൾട്ട് അന്വേഷിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ലാഡൻസിൽ എത്തിച്ചേർന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പല വീഡിയോസിലും ഇതെല്ലാം കണ്ട ലാഡൻസിലെ പൊതുവെ എല്ലാം നല്ല പോസിറ്റീവ് അഭിപ്രായം. എനിക്കൊന്നും ഇവിടെ അങ്ങനെ ഒരു ഫെയിൽ ഉണ്ടായില്ല. എല്ലാം അത്രയും നല്ല റിസൾട്ടാണ്. അത് നിങ്ങൾക്ക് അന്വേഷിക്കാം. നമുക്കിപ്പോ മൊബൈൽ ഗ്രൂപ്പിൽ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതിൽ തന്നെ പല സ്ഥാപനത്തിൽ ചെയ്ത ഹെയർ ട്രാൻസ്പ്ലാന്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. 400-500 ആളുണ്ട് ഗ്രൂപ്പിൽ. നമ്മളുണ്ടല്ലോ ഗ്രൂപ്പിൽ. അപ്പൊ നെഗറ്റീവായിട്ട് പറയുന്ന കൂടെ വളരെ കുറവാണ്. നമുക്ക് ഈ ഗ്രൂപ്പിലുണ്ട് എന്താണ് അത്യാവശ്യം അഭിപ്രായം അത് ചോദിക്കാം. പിന്നെ കുറെ ഡോക്ടേഴ്സ് തന്നെ ഉണ്ട് തോന്നുന്നു അത്. അപ്പോൾ കുറെ ആൾ നല്ല ഇങ്ങനെ പറഞ്ഞു ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരും. അതിന്റെ പിന്നെ എന്താ പ്രോബ്ലം, ഇതാണ് പ്രോബ്ലം പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. വലിയ കുഴപ്പമില്ല. നമുക്ക് ഗ്രൂപ്പുള്ളതുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള ടാബ്ലറ്റുകൾ നമുക്ക് പിന്നെ ഓൺലൈനിൽ അങ്ങോട്ട് കിട്ടുന്നു, കൊറിയറായിട്ട് ചെയ്ത് തരുന്നുണ്ട്. ടാബ്ലറ്റ് മെഡിക്കൽ വിറ്റമിൻസ് അങ്ങനത്തെ എല്ലാം ടാബ്ലറ്റ് പിന്നെ കൊറിയർ ചെയ്ത് തരുന്നുണ്ട്. അതിനും വലിയ ബുദ്ധിമുട്ടില്ല. എറണാകുളം വരുന്ന കാര്യമില്ല. നമ്മുടെ വന്ന അവിടെ അവരെ സ്വീകരണോ മറ്റുള്ള സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം നല്ല സപ്പോർട്ടാണ്. നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഇനിയും ആരെങ്കിലും ഇനി ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു മടിയും കൂടാതെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മുന്നോട്ട് വരാം നല്ല ധൈര്യത്തോടുകൂടി. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അത് ഒരിക്കലും അത് നമ്മൾ എൻജോയ് ചെയ്യും അല്ലേ. അതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കാനില്ല. അതിന്റെ ഒരു കോൺഫിഡൻസ് വേറെയാണ്. പിന്നെ നമ്മൾ 100 അഭിപ്രായം ചോദിച്ചാൽ ഞാൻ ആരോടെല്ലോ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന മുടി നിനക്ക് ആ പൈസ ബാങ്കിൽ ഇട്ടൂടെ? ഞാൻ പറഞ്ഞു നിന്റെ മുടിയെല്ലാം ആകെ മൊട്ടയായിട്ട് ഇങ്ങനെ ഉളിയുന്നു, നീ ബാങ്കിൽ ഇട്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ജീവിതം ഒന്നേ ഉള്ളൂ, അതാ എൻജോയ് ചെയ്യാ. എനിക്ക് ചിലപ്പോ നമുക്കായിട്ട് കുറച്ച് ജീവിക്കണോ, ആകെ ചെറിയൊരു ഷോർട്ട് എന്നോട് ഇപ്പൊ സത്യമായിട്ട് പറഞ്ഞത് നിനക്ക് ആ പൈസ ബാങ്കിൽ ഇട്ടൂടെന്ന്. ബാങ്കിൽ ലക്ഷമൊന്നും ആയിട്ടില്ല. എനിക്ക് ചെറിയ പൈസ ആയിട്ടുള്ളൂ, ചെറിയ പൈസ. പിന്നെ ലക്ഷാങ്കിൽ നമുക്ക് ബാങ്കിൽ ഇടാൻ ചോദിക്കേ, ചെറിയ പൈസക്കാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. ഈ പൈസ മറ്റുള്ള സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞത്